പതിവായിട്ട് ചെയ്തു പോരുന്ന അങ്ങനെയാണ്. ഈ പെരുന്നാക്ക് ഒന്നാം പെരുന്നാളിനെ ആയിരിക്കും ഉദയത്ത് കർമ്മം എന്ന് പ്രത്യേകമാണ്. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഇൻഷാ അല്ലാഹ് ഉദയത്തിലേക്കുള്ള സമയമാണ്. അതിലേക്കുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിച്ചു. പങ്കെടുക്കൽ പ്രത്യേകമായ സമയത്താണ്. പൊതുവായിട്ട് എല്ലാവർക്കും കൊണ്ട് കാര്യം എല്ലാവരും പ്രത്യേകമായി മനസ്സിലാക്കണം, ഓർമ്മ ഉണ്ടാവണം. മറ്റുള്ള ആളോടൊക്കെ പറഞ്ഞിട്ടല്ല. പിന്നെ നാളെ മദ്രസയിൽ വെച്ചുകൊണ്ട് മാസാന്തം നടത്തുന്ന മജ്‌ലിസ് നൂറ്, അതോടുകൂടി എന്റെ പ്രിയപ്പെട്ട പിതാവ് വഫാത്തായത് ഈ മാസത്തിലാണ്. അപ്പൊ അവർ ഒരു ദുആയും അന്നദാനൊക്കെ ഇൻഷാ അല്ലാഹ് നടക്കുന്നതാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് മജ്‌ലിസൊന്നും ഞാൻ പ്രത്യേകം ക്ഷണിക്കേണ്ടയില്ല, അത് പരിചയപ്പെടുത്തലുള്ളൂ. എന്റെ വാപ്പക്ക് വേണ്ടിയുള്ള ദുആങ്കടുള്ളതുകൊണ്ട് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഓരോ ആളുകളെയും കണ്ടു ക്ഷണിക്കൽ പ്രായോഗികമല്ലല്ലോ. അതുകൊണ്ട് ഇതെല്ലാവരും ക്ഷണമായി സ്വീകരിച്ചുകൊണ്ട് പുറത്തുനിന്ന് സാസിൽ വന്നിരിക്കുന്ന ഒരുപാട് സഹോദരന്മാർ ഉണ്ടാകലുണ്ട്. ഈ വെള്ളിയാഴ്ച അവർക്കൊക്കെ സ്വാഗതം. ഓരോ ആളുകളോടും നേരിട്ട് പറയുന്നത് പ്രായോഗികമാകാത്തതുകൊണ്ടാണ് അയമായ ഒരു ക്ഷണം നടത്തുന്നത്. വിശദമായ സംസാരം നാളുണ്ടാകും. ഇന്ന് ഖുതുബയിൽ പറഞ്ഞ കാര്യം മാത്രം ലളിതമായി സൂചിപ്പിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഓർമ്മയിലാണല്ലോ ഈ മാസത്തിലെ ഒട്ടുമിക്ക അമലുകളും ഹാജിമാര് ചെയ്യുന്നത്. ആ ഒരു കുടുംബത്തിന്റെ ഓർമ്മയിലാണ്. തക്ബീർ അടക്കം, ഉദയത്ത് കർമ്മടക്കം, പെരുന്നാളുമായി ബന്ധപ്പെട്ട് എല്ലാ അമലുകളിലും ഇബ്രാഹിമി കുടുംബത്തിന്റെ ഓർമ്മയാണ് അല്ലാഹു സന്നിവേശിപ്പിച്ചത്. എന്താണ് അതിൽ നിന്ന് പഠിക്കാനുള്ള ഗുണപാഠം? അവിടെ ചരിത്രം മൊത്തം ഗുണപാഠ നിർഭരമാണ്. തൗഹീദിന്റെ പാഠശാലയിൽ പ്രധാനമായ സംഭാവന നൽകിയ ആളാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഖലീൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഖലീലാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബാണ്. അത് രണ്ടും ചരിത്രത്തിൽ രണ്ടാളും കൃത്യമായി വ്യക്തമായി സമർപ്പിച്ചവരാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്ന് പ്രധാനമായി ചിന്തിക്കാൻ എന്താണ്? ഒന്ന്, അള്ളാഹുവിന്റെ ഏത് കൽപ്പനകളും സ്വീകരിക്കാനുള്ള ഒരു നെഞ്ചുറപ്പ്, ഒരു വിശാല മനസ്കാരം. അതാണ് അത് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും റബ്ബിന്റെ കൽപ്പനയാണെന്ന് ബോധ്യപ്പെട്ടാൽ എന്റെ തടിക്ക് എങ്ങനെ കൽബിന് എങ്ങനെ എന്ന പരിഗണനയില്ല. അത് ശിരസ വഹിക്കാനുള്ള കെട്ടുറപ്പ്, അല്ലെങ്കിൽ നെഞ്ചുറപ്പ്, അല്ലെങ്കിൽ ദാർഢ്യമായ വിശ്വാസം, അതിന്റെ മനക്കട്ടിയുടെ പ്രകടമായ മനുഷ്യ വ്യാഖ്യാനമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഖുർആനിൽ അല്ലാഹു പറയുന്നത് ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ എന്ന. ഭാഷ ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം, ഒരു വ്യക്തിയെ ഒരു ഉമ്മത്താന്ന് പറയില്ല. പറയോ ഒരാൾ ഒരു സമൂഹം എന്ന് പറയോ? ഭാഷയിൽ അതിന്റെ അനൗചിത്യം എല്ലാവർക്കും മനസ്സിലാകും. അതൊന്നും അള്ളാഹ് നോക്കിയില്ല. ഒരാളെ കുറിച്ചൊരു പ്രസ്ഥാനം എന്ന് പറയോ? ഇല്ല. പക്ഷെ ഇവിടെ അള്ളാഹ് അതൊന്നും നോക്കിയില്ല. ഇബ്രാഹിം നബിനെ നോക്കിയിട്ട് അള്ളാഹു പറഞ്ഞത് അതൊരു ഉമ്മത്താണെന്ന്. അതിന് മാത്രമുണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം. അതിന് മാത്രം തൗഹീദിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ചെറുപ്പത്തിലെ ത്യാഗനിർഭരമായ ജീവിതമാണ്. അള്ളാഹുവിന്റെ തൗഹീദിന് വേണ്ടി, ഈമാനിന് വേണ്ടി ഉൾക്കൊള്ളാൻ കഴിയാത്ത ഭാവന ലോകത്ത് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ത്യാഗങ്ങളുടെ പാറക്കെട്ടുകളെ പുമാല പോലെ സ്വീകരിച്ചു എന്ന് സാഹിത്യത്തിൽ പലപ്പോഴും ഞാനടക്കം പല വേദിയിലും പറയാറുണ്ട്. പക്ഷേ അതിനൊക്കെ ആ ഭാഷയിൽ നിന്നൊക്കെ കുതറി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ത്യാഗത്തെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ തവക്കുലിനെ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ക്ഷമയെ വർണ്ണിക്കാൻ ഭാഷയിൽ വാക്കുകളില്ലാതെ അതിന്റെ പാപ്പരത്വം നമുക്ക് അനുഭവപ്പെടുകയാണ്. അത്ര വലിയ മഹാനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം. അള്ളാഹു തീരുമാനിച്ചാൽ പിന്നെ തന്റെ ബുദ്ധിക്ക് റോളില്ല. ഞാൻ അങ്ങനെ എന്തെങ്കിലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു തആല മോനെ അറക്കാൻ വേണ്ടി പറഞ്ഞു. ആ സമയം ഇബ്രാഹിം നബി അങ്ങനെ ചിന്തിക്കാണ്, മോനെ അറക്കട്ടെ, ഇറച്ചി ഞാൻ എന്താ കാട്ടെന്ന് ചിന്തിച്ചാൽ കഴിഞ്ഞില്ല. എന്താ കാട്ടുക? നമ്മളിപ്പോ പശുവിനെ ഇറച്ചി എന്തെങ്കിലും പറ്റുമോ? അല്ല പറ്റുമോ? ബിരിയാണി വെക്കാൻ പറ്റുമോ? കൂട്ടാൻ വെക്കാൻ പറ്റുമോ? പക്ഷെ അത് ചിന്തിച്ചില്ല. ഇറച്ചെന്താ കാട്ടുന്നല്ലേ, ഇത് അള്ളാന്റെ അടുത്താണോ എന്ന് മാത്രമേ അത് മതി. പിന്നുള്ളതൊക്കെ പടച്ചോനാട്ടെ. അള്ള കൽപ്പിച്ചാൽ എന്താ അവിടെ ബുദ്ധി?
പല ആളുകൾക്ക് മറുപടിയാണ്. ചില ആളുകൾ പറയുന്നുണ്ട് ബുദ്ധിക്ക് നിരക്കാത്തൊക്കെ ലൈഫ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ബുദ്ധിക്ക് അവരിങ്ങനെ അവരെ ബ്രെയിനിൽ തട്ടിച്ചു നോക്കാണ്. മസ്തിഷ്കത്തിന് ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിൽ ലൈഫാണ്. അതിന് ഘടകവിരുദ്ധമാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ കൽപ്പന നമ്മുടെ ഓരോ ആളുകളുടെയും ബുദ്ധിക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്താനും എല്ലാവരും ബുദ്ധിക്കും ഇങ്ങനെ യോജിപ്പിക്കാനുള്ളതല്ല. ഇസ്ലാം ഒരു കാര്യം ഹുക്കം ചെയ്താൽ അവിടേക്ക് എല്ലാവരും ബുദ്ധി ഇങ്ങോട്ട് വരണം. അതാണ് ആ പറഞ്ഞത് ശരിയായിരിക്കും. പക്ഷെ നമ്മളെ ബുദ്ധിയൊക്കെ വൈവിധ്യമാണ്, വ്യത്യാസമാണ്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വേറെ ആൾക്ക് ഇഷ്ടപ്പെടൂല. അപ്പൊ എന്താ പറയാ, ഇസ്ലാമിന്റെ പ്രഖ്യാപനം അതാണ് ബുദ്ധി. ആ ഭാഗത്തേക്ക് നമ്മുടെ ബുദ്ധിയെ വെടുപ്പാക്കുകയാണ് വേണ്ടത്. അല്ലാതെ എല്ലാവർക്കും പറ്റുന്ന ബുദ്ധി എങ്ങനെ ബുദ്ധിക്കൊപ്പിച്ചിട്ട് ഇസ്ലാമിന് നിയമം ഇങ്ങനെ മാറ്റി പറയലില്ല. എന്നോടിപ്പോ 2 ദിവസം ഒരാൾ വിളിച്ചു വെച്ചു, നമ്മൾ ഉദയത്ത് കർമ്മം ഇങ്ങനെ നടത്തിയിട്ട് മാംസം വിതരണം ചെയ്യും ഞങ്ങളൊക്കെ പ്രസംഗത്തിൽ പറയാറുണ്ട്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വേറെ ഇറച്ചി ഇറക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ലാന്ന്. എന്റെ ഒരു അയൽവാസി അയ്യപ്പനാണ്, മറ്റൊരു അയൽവാസി പിന്നെ താമിയാണ്. അവർക്കൊന്നും ഉദയത്തിന്റെ അർത്ഥം കൊടുക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെ രണ്ടും കൂടി ശരിയാകാം? അതിനൊരു കാര്യം എല്ലാവരും നല്ലൊരു മറുപടി ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഇസ്ലാമിന്റെ ഒരു കാര്യം അതാണ് ശരി എന്നത് ഏത് മനസ്സിലാവും. അതാണ് അള്ളാഹുവിന്റെ തീരുമാനങ്ങളുടെ പ്രത്യേകത. അള്ളാഹു പറഞ്ഞതില് ഒരു ന്യായക്കേടില്ല. പക്ഷെ അങ്ങോട്ട് എല്ലാവരുടെ ബുദ്ധിയും എത്തൂലെന്ന് മാത്രം. എത്തിയാൽ അൽഹംദുലില്ലാഹ്. എന്താ ഉദയത്തിന്റെ കർമ്മം മുസ്ലിങ്ങൾക്ക് കൊടുക്കരുതെന്ന് പറയുന്നത്? എന്ത് കുഴപ്പമുള്ളത്? ഞാൻ പറയട്ടെ, ഉദയത്തിന്റെ കർമ്മം നടത്തുമ്പോൾ ഒരാള് കൂടുതൽ കൂലിട്ടാൻ വേണ്ടിയിട്ട് നേർച്ചാക്കി നോക്കുക. അല്ല മുസ്ലിമീങ്ങൾ അവിടെ ഇരിക്കട്ടെ. സുന്നത്തിന് ഉജൂബായല്ല, നേർച്ചാക്കിയ നെദർ ചെയ്താൽ ഉജൂബായി അല്ലേ? നെദർ ചെയ്താൽ ഉജൂബായി, അതിനേക്കാൾ കൂടുതൽ കൂലിട്ടു. അങ്ങനെ ഒരാള് ഉദയത്ത് കൂടിയാണ്. ആ സുന്നത്തുമെന്ന് വിട്ടിട്ട് ഉജൂബായിക്കോട്ടെ, കൂടുതൽ കൂലി കിട്ടാൻ വേണ്ടിയിട്ട് നൽകി ഇത് ഞാൻ ഉദയത്താക്കി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മേലിൽ എനിക്ക് നിർബന്ധമാണ് ഉദയത്ത് കർമ്മമായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നേർച്ചാക്കിയാൽ അതിന് ആ മുസ്ലിമീങ്ങൾക്കല്ലേ നമ്മളെ കൂട്ടത്തിലുള്ള മുതലാളിമാർക്കും കൊടുക്കാൻ പറ്റൂല. അത് നിയമം. അപ്പൊ കൂടുതൽ കൂലിട്ടാൻ വേണ്ടിയിട്ട് തീരുമാനം മാറ്റിയാൽ നമ്മളെ കൂട്ടത്തിൽ തന്നെ ഒരു വിഭാഗത്തിന് കൊടുക്കാൻ പറ്റൂല. അത് വർഗീയത എന്ന് പറയാൻ പറ്റുമോ? പിതൃക്കാലത്ത് തങ്ങന്മാർ കൊടുക്കാൻ പറ്റൂല. വർഗീയത തങ്ങന്മാരോടോ? അത് തീരുമാന നിയമല്ലേ? ഇനി ഞാൻ വേറെ നിങ്ങളോട് പറയാം. ഉദയത്ത് കർമ്മ അമുസ്ലിമീങ്ങളെ പങ്കു ചേർത്താൽ അത് ഇസ്ലാമിലെ കർമ്മങ്ങളിലേക്ക് മറ്റുള്ളവരെ നിർബന്ധിച്ചു കൊണ്ടുവരിക എന്ന രീതിയെ വരാം. കൊടുക്കലാണ് വർഗീയത. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞു. ഉദയത്ത് പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദയത്ത് മാത്രമല്ല, പെരുന്നാളുമായി ബന്ധപ്പെട്ടിട്ട് തക്ബീർ സുന്നത്താണ് 1, ഖുത്ബ സുന്നത്താണ് 2, നിസ്കാരം, ഉദയത്ത് കർമ്മം 4 സുന്നത്തുണ്ട്. ഇതിൽ 3 മുസ്ലിമീങ്ങളെ പങ്കെടുപ്പിക്കാത്തതിൽ ആർക്കും വരാതില്ല. തക്ബീറിൽ അയ്യപ്പനെ പങ്കെടുപ്പിക്കണ്ടോ? ഇല്ലേ? പങ്കെടുപ്പിക്കണ്ടോ? ഖുത്ബക്ക് കൃഷ്ണനെ വിളിക്കണോ? ഖുത്ബക്ക് കൃഷ്ണനെ വിളിക്കണോ? നിസ്കാരത്തിന് അയ്യപ്പനെ ഇമാമത്തെത്തണോ? എന്തായാലൊന്നും തർക്കമില്ലാത്ത ഇറച്ചിനെ എല്ലാവരും കൂടിയാണ് കൂടിക്കുന്നത്. അല്ല, ഞാനും അങ്ങനെ അത്ഭുതപ്പെടാം. അതിപ്പോ കാഫിര്യങ്ങളെ ഇൻസൾട്ട് ആക്കല്ലേ? കാരണം ഓലക്കര ഇറച്ചിക്കാരാക്കല്ലേ നമ്മള്? ഇത് തിരിയാത്തോണ്ടാണ്. ഇത് ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട ആഘോഷമാ സുഹൃത്തെ. അത് ഇറച്ചി മാത്രമല്ല, തെക്ബീറിന് അവിടെ നിന്ന് തുടങ്ങണം. എന്താ തെക്ബീറിൽ ഹിന്ദുക്കളെ വിളിക്കാത്തത്? അതിൽ അവർക്ക് പരാതി ഉണ്ടോ? എന്താ ഖുത്ബക്കോലെ വിളിക്കാത്തത്? അവർക്ക് പരാതി ഉണ്ടോ? ഈ ആവശ്യമില്ലാതെ മറുപടി പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആക്കിയിട്ടാ ചില ആളുകൾ മറുപടി അറിയാണ്. അവിടെ നിങ്ങൾ തരാൻ തുടങ്ങി അരച്ചു കൊടുക്കുക. അല്ല, മുണ്ടാതിരിക്കുക. അങ്ങനത്തെ വലിയൊരാള് പായസം തരുന്നുണ്ടോ? പായസം തരാൻ തുടങ്ങിയ പായസം തരുന്നുണ്ടോ ഇല്ലെന്നുള്ളതല്ല. ഇതിന്റെ അടിസ്ഥാനം ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൂഫെന്ന് പരിശോധിച്ചു. ഇതിന്റെ അടിസ്ഥാനം എന്താ? ഉദയത്തുമായി ബന്ധപ്പെട്ട കർമ്മമാണ്, പായസം കിട്ടാത്തതല്ല. ഇത് ഉദയത്തുമായി ബന്ധപ്പെട്ട ഒരു കർമ്മമാണ്. അത് ഈ മാംസം കൊടുക്കൽ മാത്രമല്ല, തെക്ബീറിന്റെ അവിടെ നിങ്ങൾ തുടങ്ങും. തെക്ബീർ ഒരു സുന്നത്ത്, അതിലെ മുസ്ലിമീങ്ങൾ പങ്കെടുപ്പിക്കുന്നില്ല. നിസ്കാരം സുന്നത്ത്, പെരുന്നാളിന്റെ സുന്നത്ത്, അതിലെ മുസ്ലിമീങ്ങൾ പങ്കെടുപ്പിക്കുന്നില്ല. നിസ്കാരം, അതുമായി നടക്കുന്ന ഖുത്ബ, അതിലെ മുസ്ലിമീങ്ങൾ പങ്കെടുപ്പിക്കുന്നില്ല. പിന്നെ ഇറച്ചിയിൽ മാത്രം പങ്കെടുപ്പിക്കുക. അങ്ങനെ അവരെ നമ്മൾ മോശമാക്കണോ? അല്ല, അത്ര അവർ മോശക്കാരാണോ? അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്നാലും അന്ന് നമ്മളിങ്ങനെ ഇറച്ചി തിന്നുമ്പോ ഓർക്ക് കൊടുക്കായിരുന്ന മോശമല്ലേ? നമ്മളെ ഉപയോഗത്തിന് പോത്തിനല്ല അത് കൊടുക്കരുതെന്ന് ആരും പറഞ്ഞില്ലല്ലോ. ഇറച്ചി കൊടുക്കരുത് എന്നല്ല പറയുന്നത്, ഇത് കൊടുക്കരുതെന്നാണ്. ഇത് കൊടുക്കരുത്. കാരണം ഇത് പെരുന്നാളിന്റെ ആഘോഷമാണ്. അതിൽ
സുന്നത്തിൽ അവരെ പങ്കെടുപ്പിക്കരുത്. തെക്ബീറിൽ പങ്കെടുപ്പിക്കുന്നില്ല, ഖുത്ബയിൽ പങ്കെടുപ്പിക്കുന്നില്ല, നിസ്കാരത്തിൽ പങ്കെടുപ്പിക്കുന്നില്ല, ഉദയത്തിൽ പങ്കെടുപ്പിക്കുന്നില്ല. ഇത് 4 പെരുന്നാളിന്റെ ആഘോഷ. ഒന്നിന് മാത്രം മാറ്റി വെക്കേണ്ടില്ല. അപ്പൊ ഇറച്ചി കൊടുക്കണ്ടേ? അത് ഞാൻ ശരിയാക്കി തരാം. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് നടക്കുന്നവൻ ലൈസമില്ല, നമ്മളിൽ പെട്ടവനല്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ശരിയാ. പൊന്നുമോനെ, നീ ഉദയത്തിന്റെ ഇറച്ചി വേവിച്ചുകൊണ്ട് സുഭിക്ഷമായി കഴിക്കുന്ന സമയത്ത് നിന്റെ അയൽവാസി കൃഷ്ണനാണെങ്കിൽ, നിന്റെ അയൽവാസി അയ്യപ്പനാണെങ്കിൽ 1-2 കിലോ മട്ടന് വാങ്ങിക്കൊടുത്തോ, ചിക്കന് വാങ്ങിക്കൊടുത്തോ. അല്ല, നിനക്ക് ബീഫ് തന്നെ വാങ്ങിക്കൊടുക്കണമെന്നുണ്ടെങ്കിൽ അയൽവാസികളായ സഹോദരന്മാർക്ക് കൊടുക്കാൻ നീ എക്സ്ട്രാ ഒരു പോത്തിനെ അങ്ങേറത്തേക്ക് ഒരു പോത്തിനാണ്ട് വാങ്ങാം. എന്നിട്ട് എന്താ പറയാ? ഇതിന്റെ അയൽവാസികൾ ഹിന്ദുക്കൾക്ക് അർത്ഥം കൊടുക്കാനാണ്. ഞങ്ങളൊന്നും പറയില്ല. ഇത് കൊടുക്കരുത്, ഇത് കൊടുക്കരുത്. മനസ്സിലായോ? ഇസ്ലാമിന്റെ ഒക്കുമ നന്നായിട്ടൊന്ന് പഠിക്കണം. അല്ല, നമ്മൾ ഇങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കാം. ഞാൻ അതിന്റെ മേലെ ഒന്നും ഞാൻ തീരുമാനിക്കാം. എന്നിട്ട് അങ്ങോട്ട് ഏർപ്പാക്കി പ്രസംഗിക്കരുത്. നന്നായി മനസ്സിലാക്കണം. ഇതൊക്കെ ഇമാമിയങ്ങൾ കൈകാര്യം ചെയ്ത കാര്യങ്ങൾ. കൺഫ്യൂഷൻ, ജനങ്ങളുടെ സംശയം വരും. ഇതെന്താ കൊടുക്കാത്ത അങ്ങനെ. ഇതിന്റെ യഥാർത്ഥ ഹുക്കമിന്റെ ഹിക്മത്ത് മനസ്സിലാക്കണം. അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹമുള്ളവരെ ഇറച്ചിയും കൊടുത്തോളും ബിരിയാണിയും കൊടുത്തോളും ഉദയത്ത് കൊടുക്കണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞത്. കാരണം അതാണ് ശരീഅത്തിന്റെ നിയമം. അത് വളരെ കറക്റ്റാണ്. അത് കൊടുക്കാൻ നിന്നാൽ ആചാരവുമായി ബന്ധപ്പെട്ട ലഹമാണ്, ഇറച്ചിയാണ്. അത് അവരെ തീറ്റിച്ചാൽ മതത്തിലേക്ക് അവരെ നിർബന്ധമായിട്ട് കൊണ്ടുവരിക എന്നുള്ളതിന്റെ ഒരു സൂചന ഇതിലുണ്ട്. അതിവിടെ ഇല്ല. ഓരോ ആളുകൾക്കും സ്വതന്ത്രമായിട്ട് വിട്ടുകൊടുത്താണ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ. നിർബന്ധമായിട്ട് ആർക്കും ഇറച്ചിയും തരൂല, തക്ബീറും തരൂല, ഖുത്ബയും തരൂല, നിസ്കാരം തരൂല. അത് ആചാരത്തിന്റെ ഭാഗമാണ്. അത് ആർക്കും നിർബന്ധിച്ചു കൊടുക്കൂല. അതുകൊണ്ടാണ് അവർക്ക് കൊടുക്കരുത് എന്ന് പറയാൻ കാരണം. നിയമത്തെ ഒരിക്കലും തന്നെ നമ്മൾ ഹൈജാക്ക് ചെയ്യരുത്. നിയമത്തിന്റെ വഴിക്ക് പോകണം. അത് ഇസ്ലാം അങ്ങനെയാണ്. അത് ഇവിടെ ഉദയത്തിന്റെ മാംസം മുസ്ലിമീങ്ങൾക്ക് കൊടുക്കരുത് മാത്രമല്ല, ഫിത്ർ സക്കാത്തിന്റെ അരി തങ്ങന്മാർക്ക് കൊടുക്കരുതെന്ന് പറയുന്ന ആളുകളാണ്. അവരോട് നമുക്ക് എന്ത് വിരോധമുള്ളത്? ഈ സമൂഹത്തിലെ ഏറ്റവും ഉന്നതരല്ലേ അവർക്ക് കൊടുത്തുവിടാനാണ്. ആ വിഷയം എല്ലാവരും അങ്ങനെ മനസ്സിലാക്കണം. ഞാൻ ദീർഘമായിട്ട് പറയുന്നില്ല. കണ്ടോ നിങ്ങൾ, ഖലീലുല്ലാഹി ഇബ്രാഹിം നാളെ യൗമുൽ തർവിയാണ്, മറ്റന്നാൾ യൗമുൽ അറഫയാണ്. തർവിയ എന്ന് പറഞ്ഞാൽ അതിനൊരുപാട് അർത്ഥപ്പൊരുളുകളുണ്ട്. വിശ്രമം. നാളതാ മിനായിൽ തമ്പടിക്കുകയാണ് 40 ചില്ലാനും ലക്ഷങ്ങൾ. അല്ലാഹുവേ, ഖിയാമത്ത് നാളിന്റെ അടയാളമായി മിനാ തമ്മിൽ തമ്പടിച്ച ലക്ഷങ്ങളെ വെടിവെച്ചു കൊള്ളുന്ന വിസ്ഫോടനത്തിന് സൗദിയ മണ്ണ് സാക്ഷിയാകുമെന്ന് നിന്റെ ഹബീബ് പറഞ്ഞതിന്റെ പ്രാരംഭം മദീനയിലും മറ്റ് പലയിടങ്ങളിലും അതിന്റെ അലയൊലിയുടെ ആരംഭം തുടങ്ങിയ സമയത്ത് ഞങ്ങൾ നിന്നോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹ്, ഞങ്ങളിൽ നിന്നും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമായി ഒഴുകിയ ലക്ഷങ്ങള് തൂവെള്ള വസ്ത്ര ശുഭവസ്ത്രധാരികളായ മുഅ്മിനീങ്ങള് വിസ്ഫോടനങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, തിരക്കുകളിൽ നിന്ന്, ആകസ്മിക മരണങ്ങളിൽ നിന്ന്, സകല ദുരിതങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും, ശത്രു വിഭാഗത്തിന്റെ കടന്നുകാറുകളിൽ നിന്നും ഹാജിമാരെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ബിന്നബിയിൽ മുസ്തഫ. ലക്ഷങ്ങൾ നാളെ മിനായിലേക്ക് ഒഴുകുകയാണ്. ലക്ഷങ്ങൾ മറ്റന്നാൾ അറഫയിൽ അതാ ഒരുമിച്ച് കൂടുകയാണ്. അല്ലാഹുവേ, അവരുടെ ദുആകളിൽ ഞങ്ങളെ നീ പങ്കെടുപ്പിക്കണേ റബ്ബേ. ഓരോ നിസ്കാരാനന്തര പ്രാർത്ഥനയിലും ഓരോ സ്വകാര്യമായ ദുആകളിലോ നമ്മളിൽ നിന്ന് ഹജ്ജിന് പോയാലും ഇല്ലെങ്കിലോ ഈമാനിക സ്നേഹപ്രകടനാർത്ഥം വിശ്വാസികളായ ഹാജിമാർക്ക് വേണ്ടി ദുആ ചെയ്യണേ ചെറുപ്പക്കാരാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ ഹാജി. അല്ലാഹുവേ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ ഹുജ്ജാജി വൽ ഉമ്മാർ. അല്ലാഹുവേ, ഹജ്ജ് ചെയ്യുന്നവരും ഉംറക്കാരുമായ സകല മുഅ്മിനീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. എന്തുകൊണ്ട് അവർ നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയും പോയവരാ. യുഗ്ഫറു ലിൽ ഹാജി വലിമൻ ഇസ്തഗ്ഫറ ലഹു നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഓലെ നമ്മൾ പറഞ്ഞാൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാനും കൂടിയാണ്. അങ്ങനെയല്ലേ? കേരളത്തിന് വേണ്ടി വല്ലതും ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാരും കൂടി പോലല്ല, ഒരു 5-8 ആളെ തെരഞ്ഞെടുക്കലാണ്. ഓല് പോയിട്ട് പ്രധാനമന്ത്രിയോട് ചോദിക്കും, എന്നിട്ട് തിരിച്ചു വരും. ചിലപ്പോ അയന്നു വരും, ചിലപ്പം കിട്ടും. ഇത് പ്രധാനമന്ത്രിയുടെ അടുത്തേക്കല്ല, അത് അള്ളാന്റെ അടുത്തേക്കാണ്. അള്ളാന്റെ കോട്ടയ്ക്കാ പോകുന്നത്. അള്ളാന്റെ കോട്ട.
കാബാ ഷരീഫിൽ പോയിട്ട് നമ്മൾ യാത്ര അയച്ചു. ഇനി അവരെല്ലാവർക്കും ദ്വാരക്കും. അപ്പൊ നമ്മളൊക്കെ അവരെ ദ്വായിൽ പെടും. അപ്പൊ നമ്മളും രക്ഷപ്പെടും. ആ കൂട്ടത്തിൽ അല്ലാഹു തആല നമുക്ക് ഉൾപ്പെടുത്തട്ടെ. അതിന് നല്ലൊരു വഴി ഞാൻ പറയാം. നമ്മൾ ഓൽക്ക് അങ്ങനെ ദ്വാരക്കാം. എല്ലാ ദ്വായിലും ഹാജിമാരെ ഹാജിമാർക്ക് പുറത്തു കൊടുക്ക റബ്ബേ. ഓല ആർക്കൊക്കെ വേണ്ടി പൊറുക്കലിനെ തേടുണ്ടോ അവർക്ക് നീ പുറത്തു കൊടുക്ക റബ്ബേ. ആ ദ്വാ എല്ലാവരും പതിവാക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മറ്റന്നാളൊക്കെ പറ്റെങ്കിൽ നല്ലതാണ്. അത് നമുക്കും അവർക്കും ഒരേ ദിവസം തന്നെയാണ് അറഫ. ചിലപ്പോ ആണ്ടൊന്നും മാറിലുണ്ട്. ഇത് ഒരേ ദിവസം. അപ്പോ അവിടെ ഇരിക്കണ സമയം ഒപ്പിച്ചിട്ട് നമ്മളും പള്ളിയിലോ കൂത്തിലൊക്കെ ഇരുന്നിട്ട് ചൊല്ലി പറയാ ദ്വാരക്ക. പറ്റുന്നവരൊക്കെ പള്ളിക്ക് വന്നാൽ ഞാൻ ഇവിടെ ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് ഉണ്ടെങ്കിൽ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നാളത്തെ രാത്രിക്കത്തെ ആരും മറക്കണ്ട. യൗമുൽ തർവിയ നമുക്ക് മദ്രസയിലൊന്ന് കൂടണം. ദിക്റും ദുആയൊക്കെ ചൊല്ലിയിട്ട് ദ്വാരന്ന് അള്ളാന്റെ ഇൽമും പറഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പിരിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മറ്റന്നാളത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മറ്റുന്ന ആളുകൾ പള്ളിയിൽ വന്നാൽ ഇൻഷാ അല്ലാഹ് പള്ളിയിൽ വെച്ചുകൊണ്ട് ഓരോരുത്തരും പ്രസംഗമൊന്നും ഉണ്ടാവില്ല. ഓരോ ആളുകളുടെ വ്യക്തിപരമായ അമലുകൾ ചെയ്യാൻ ദ്വാരക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആരും ഒന്നും മുടക്കരുത്. കിട്ടുന്ന അവസരങ്ങളാണ്. വളരെ വിലപ്പെട്ട ദിവസങ്ങളാണ്. വൽ ഫജ്രി വലാലിൽ അശ്ർ എന്ന് സത്യം ചെയ്ത് പറഞ്ഞ ദിവസങ്ങളാണ്. അത് കഴിഞ്ഞു പോവാണ്. അത് കഴിഞ്ഞു പോയാൽ പിന്നെ അടുത്ത കൊല്ലം നമ്മൾ ഉണ്ടോന്ന് അറിയില്ല. അറഫാന്റെ നോമ്പിന്റെ കാര്യം മറക്കണ്ട. 8 കൂടി കൂട്ടിയിരിക്കുന്നത് ബെസ്റ്റാണ്. വളരെ നല്ല കാര്യമാണ്. അല്ലെങ്കിൽ 9 അതിശക്തമായ സുന്നത്താണ്. ആരും ഒഴിവാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിലവിലുള്ള കൊല്ലത്തെയും വരാൻ പോകുന്ന കൊല്ലത്തെയും ദോഷങ്ങൾ പൊറുക്കുമെന്നാണ്. അപ്പൊ 2 കൊല്ലത്തെ ദോഷങ്ങൾ പൊറുക്കും. ചെറുദോഷങ്ങളൊക്കെ അതിൽ കരിഞ്ഞു കിട്ടും. വരാൻ പോകുന്ന ഒരു കൊല്ലത്തെ ദോഷം പൊറുക്കും എന്ന ഹദീസിന്റെ ആ ലഫ്സ് എടുത്തിട്ട് ഇമാമിങ്ങളിൽ മഹാന്മാരായ പല ആളുകളും പറയുന്നുണ്ട് അതൊരു കൊല്ലവും മരിക്കൂല എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. കാരണം വരാൻ പോകുന്ന ഒരു കൊല്ലത്തെ ദോഷങ്ങൾ പൊറുക്കുന്ന ആ കൊല്ലവും ജീവിക്കണ്ടേ. അതുകൊണ്ട് ആ വരുന്ന അടുത്ത അറഫ് വരെ മരിക്കൂല എന്നുള്ള ഉറപ്പല്ല. ഇനി മരിച്ച എനിക്ക് ഫോൺ ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ സൂചന അതിലുണ്ട് എന്ന് ചില മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആയുസ് കൂടുന്ന കാര്യം കൂടിയാണ്. ആരും മറക്കരുത്. നമുക്കൊക്കെ അത് അനുഷ്ഠിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമീൻ പറയും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിലൊക്കെ വളരെ കാർക്കേശം കാണിച്ച് അന്നൊക്കെ പെരുന്നാളുമായിട്ട് തുണികുപ്പായിട്ട് വന്നിരുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മുടെ ശാസ്ത്രത്തിലുണ്ടായിരുന്നു. അവരിൽ പല ആളുകളും ഇപ്പൊ ഖബറിന്റെ അടിയിലാണ്. പ്രിയങ്കരനായ AV മുഹമ്മദ് ഹാജി അടക്കം അല്ലാഹു തആല കുഞ്ഞുമാൻ ഹാജി അടക്കം അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഇതിന്റെ അന്നൊക്കെ കുട്ടികളെ പോലെ കരയുകയും വലിയവരെ പോലെ ചിരിക്കുകയും സുഹൃത്തുക്കളെ പോലെ ഒപ്പം ചാരുകയും നടന്നിരുന്ന എന്റെ പ്രിയങ്കരനായ രണ്ടാം പിതാവ് പ്രിയപ്പെട്ട ബാവാജി, അദ്ദേഹത്തെ അറഫന്റെ ദിവസം തന്നെ ഒരു പ്രത്യേക കുപ്പായം തുണിക്കിട്ട് വരുന്ന ആളായിരുന്നു. അല്ലാഹു തആല അദ്ദേഹത്തിനൊക്കെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അന്നിന്റെ വിഷയത്തിൽ കൊണ്ടുവരാനും അറിവ് വിതരണത്തിലൊക്കെ വളരെ സഹായിച്ചിരുന്ന അബൂബക്കർ ഖാനെ പോലത്തെ ആളുകളൊക്കെ അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ചുറ്റുപാത്ത് കിടക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം ഒരൊറ്റ കാര്യം മാത്രം ഖുതുബയിൽ പറഞ്ഞു. ഒറ്റ കാര്യം ഇബ്രാഹിം നബി നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ 2 മണി ഇൻഷാ അല്ലാഹ് കേൾക്കാകലുള്ള ഒരു നാൾ മദ്രസയിൽ വന്നാൽ മതി. ഞാനിവിടെ ഇപ്പൊ ജുമാന്റെ ശേഷാകുമ്പോൾ നീട്ടി പറഞ്ഞ് പൈസ കൂടി ഇരിക്കുന്നാലും അവരൊക്കെ അത് കേൾക്കാനായി നല്ല പ്രാസംഗികനാണ് ഇരിക്കണേ. ചെറിയ ആളൊക്കെ ആ പ്രസംഗിക്കുന്ന ആ തടിമാരിയാണ്. അല്ല പ്രസംഗിക്കുന്ന മൂപ്പരും ഈ പൈസ അല്ല കേട്ടോ. നിങ്ങൾ ഇന്ന് കുറ്റം പറയണ്ട. തടിയും സ്റ്റേജും വാക്കുകളും കൗമും ഒരുപാട് കുലുങ്ങും. എല്ലാവരും കുലുങ്ങുന്ന പ്രസംഗം പുറത്തല്ല. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അവരൊക്കെ വന്നത് പ്രസംഗം കേൾക്കാനാണ് എനിക്കറിയാം. പക്ഷെ ജുമാന്റെ ശേഷമാകുമ്പോൾ എത്രയപ്പോ ഞാൻ പറയാം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കേൾക്കാൻ ആഗ്രഹമുള്ളവർ നാളെ അവർ വരിക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒറ്റ കാര്യം മാത്രം എല്ലാവരും അവിടെ ഇരുന്നു കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ മനസ്സുകൊണ്ടൊന്ന് മനനം ചെയ്യുക. എത്രാമത്തെ വയസ്സിലാണ് മകനുണ്ടായത്? അത് 90ന്റെ പിറകെയാണ്. 90 വയസ്സ് വരെ പ്രായാധിക്യത്തിന്റെ ക്ഷീണത്തിലേക്ക് നിപതിക്കുന്നത് വരെ ഒരു പടുവൃദ്ധനായ മനുഷ്യനെ കുഞ്ഞിനെ കിട്ടിയില്ല. അപ്പോഴും ദുആയാണ് റബ്ബേ ഹബ്ലി മിൻ ലദുൻക ദുർരിയത്തൻ സാലിഹീൻ വലദൻ സാലിഹാ. റബ്ബേ എനിക്ക് സ്വാലിഹായ സന്താനത്തെ നീ നൽകണേ തമ്പുരാനെ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ശുദ്ധാത്മാക്കളായ മലക്കുകൾ വരുന്നത്. ഇബ്രാഹിം, അല്ലാഹു നിങ്ങൾക്ക് സ്വാലിഹായ സന്താനത്തെ നൽകുമെന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ ഞങ്ങളോട് ഇവിടെ കയറാൻ വേണ്ടി പറഞ്ഞതാണ്. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ ഒന്ന് ചിരിച്ചു. കാരണം പ്രായം എത്രയാണ്? നമ്മളെ വല്യമ്മ 85 വയസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാൾ എന്ന് പറഞ്ഞ ഡോക്ടർ വന്നാണ്ട് പിന്നെ അടുത്ത കൊല്ലം നിങ്ങൾ പ്രസവിക്കുന്ന അമ്മ എന്താ പല്ലില്ലാത്ത തൊള്ളാണെങ്കിൽ റബ്ബർ ബന്ധ് തുറന്നിക്കൂലേ? ചിരിച്ചു. അതിന് ചില മഹാന്മാർ കൊടുത്ത വ്യാഖ്യാനം എന്താ അറിയോ? മെൻസസ് ചിരിച്ചു എന്ന് പറഞ്ഞാൽ അപ്പൊ മെൻസസിന്റെ അവസ്ഥ വന്നു. മെൻസസ് ഉണ്ടായ കുട്ടി ഉണ്ടാവും. കാരണം യുവത്വത്തിന്റെ ഒരു പ്രതീകമാണ് ഫലാഹത്ത് എന്നുള്ളതിനെ. അങ്ങനെ ചില തഫ്സീറിൽ കാണാം. അങ്ങനെ അല്ലാഹ് സമയത്ത് പാകപ്പെടുത്തി. അതുകൊണ്ട് പാകപ്പെടുത്തി. സുബ്ഹാനല്ലാഹ്.
അതിലുണ്ടായ കുട്ടിയാണ്. നിങ്ങൾ നോക്കി ഈ കുട്ടിനെ എത്ര താലോലിച്ച് വളർത്തുക, എത്ര ഓമനിക്കും. കല്യാണം കഴിച്ചാൽ ഒരു 3-4 കൊല്ലം ക്ഷമിക്കും. 5 കൊല്ലം കഴിഞ്ഞ് 6ാമത്തെ കൊല്ലം പിന്നെ അവന് അസുഖമായിരിക്കും. നമ്മൾ എത്ര അന്വേഷിച്ചാലും എന്ത് കാരണം പറഞ്ഞാലും ആ അസുഖത്തിന്റെ കാരണം കുട്ടിയിലേറ്റ. ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും പരിചയമുള്ള പല കാരണങ്ങളും ഓർക്കൊഴിച്ചിട്ടാണ്. അതൊന്നല്ല, ഇത് മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അവര് ലക്ഷങ്ങൾ ചെലവഴിക്കും, മരുന്ന് കൊടുക്കും, അതിനുവേണ്ടി ഉംറക്കോ ഹജ്ജിനോ. കാരണം ഒരു 5-6 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഇവരെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യം 1 സ്വർഗം, 2 കുട്ടി. അങ്ങനെ പിന്നെ ഒരുപാട് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിക്ക് പനി എന്നാ വാപ്പാക്കും പനി വരും, ഉമ്മാക്കും പനി വരും. കാരണം പനി അല്ലേ? എനിക്കറിയാം, എന്റെ ഒരു സുഹൃത്ത് 8 കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടി ഉണ്ടായി. ആ കുട്ടിക്ക് 2 ദിവസം തലവേദന ആയ കാരണത്താൽ ആ ഉമ്മാക്കും ഉപ്പാക്കും തലവേദന, 3 ദിവസം ജോലിക്കും പോയില്ല. 8 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടിയ കുട്ടിയാണ്, അതിന് തലവേദന ഉണ്ടായതാണ് പ്രാളാണ്. ഇത് 90 കൊല്ലം കഴിഞ്ഞിട്ട് ആ കുട്ടിനെ കിട്ടുന്നത്. എത്ര ഓമനിക്കുന്നുണ്ടാവും. ഇനി ഒരു 10-20 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു കുട്ടിനെ കിട്ടി. ആ കുട്ടി സ്കൂളിൽ പോകുന്ന സമയത്ത് ബസ് എത്തിയിട്ട് മരിച്ചാൽ എന്താവും? ഈമാനില്ലാത്തൊരു ആത്മഹത്യ അങ്ങനെ ചെയ്തിട്ടുണ്ട്. മലയാളക്കരയിൽ നടന്നിട്ടുണ്ട്. ആകെ 20 കൊല്ലം കഴിഞ്ഞ ശേഷം കിട്ടിയൊരു കുട്ടിയാണ്. ആ കുട്ടി ആക്സിഡന്റിൽ മരിച്ചുപോയി. ഇനി ഞങ്ങൾ എന്തിനാ ജീവിക്കണം ഉസ്താദേ? അതുകൊണ്ട് കുട്ടി നഷ്ടപ്പെട്ട കാരണത്താൽ ഞങ്ങളും മരിച്ചു എന്ന് കുറിപ്പ് എഴുതിയിട്ട് കഴുത്തിൽ കയറ് മുറുക്കി മരിച്ച ആളുകളെ മലയാളക്കരയിൽ പരിചയം. അങ്ങനത്തെ ഒരു കുട്ടി 10-25 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായിട്ട് സ്വന്തം വാപ്പ കത്തിയോണ്ട് ആ കുട്ടിനെ അറുക്കണമെന്നൊരു തീരുമാനം ഹാലിക്കായ റബ്ബ് പറഞ്ഞാൽ ഇബ്രാഹിം നബി അല്ലെങ്കിൽ മുർത്തദാവും എന്ന് പറഞ്ഞാൽ ഇസ്ലാം അങ്ങോട്ട് വലിച്ചെറി. ഇബ്രാഹിം നബിയോ അതിന്റെ മക്കാമുമായി ബന്ധപ്പെട്ട വലിയ ഔലിയാക്കളോ അമ്പിയാക്കളോ ഒന്നും അല്ലെങ്കിൽ ഇസ്ലാമിന് പുറത്തു പോയ കാരണം പുറത്ത് പോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ നബിയായി സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം കള്ളിന്റെ കുപ്പി കണ്ടിട്ട് ഇസ്ലാം വലിച്ചെറിഞ്ഞ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയുടെ അബൂ സുഫിയാന്റെ മോള, അവരുടെ ഭർത്താവ് മുസ്ലിമായിരുന്നു, ഹിജറ പോയതായിരുന്നു, കള്ളുടി നിർത്തിയിരുന്നു. അവിടെ പോയപ്പോ മൂപ്പര് കള്ളിന്റെ കുപ്പി കണ്ടു, ചഷകം കണ്ടു. അത് കണ്ടപ്പോ ഭാര്യനോട് പറഞ്ഞു, ഇത് കുടിക്കാതിരിക്കാൻ കഴിയണം. അങ്ങനെ ഈ കുടി മാറ്റിയ ആൾക്കാർ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, കള്ളുടി മാറ്റിയ ആളുകളൊക്കെ ഉണ്ട്. വാള് കേട്ടിട്ടൊക്കെ ഒരുപാട് സ്ഥലത്ത് എന്റെ വാള് കേട്ടിട്ട് കള്ളുടി മാറ്റിയ ആളുകൾ എനിക്കറിയാം. മാറ്റി എന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത്, എന്റെ കൂടെ നടക്കുന്ന സമയത്ത് ഒറ്റ നിബന്ധനയെ അവരോട് പറഞ്ഞിട്ടുള്ളൂ, ഇനി കള്ളുടിയന്മാരോട് സഹവസിക്കരുത്. കള്ളുടിയന്മാരോട് സഹവസിച്ചാൽ നീ പഴയ കാലത്ത് എങ്ങനെയായിരുന്നു അതിന്റെ അപ്പുറത്തേക്ക് പോകും. ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾ മുമ്പിൽ ഒരു തീരുമാനം എടുത്താൽ നീ കള്ളു കുടിക്കൂല. അതുകൊണ്ട് ഇനി ഏത് കള്ളുടിയന്മാരെ മുമ്പ് പെട്ടാലും കള്ളു ഷാപ്പിൽ പോയാലും ഞാൻ കുടിക്കൂല. ഞാൻ പറഞ്ഞത് വെറുതെ. കുടിയന്മാരുമായി നിന്റെ പഴയകാല സാവാസം നീ തുടങ്ങിയാൽ അവരിങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയില്ല, നീയാണ്ട് പോകും. കള്ളുഷാപ്പിന്റെ അടുത്ത് നീ എത്തിയാൽ ആ കുപ്പി കണ്ടാൽ നീ കുടിക്കും. അങ്ങനെ ആയിശല ആളുകൾ അല്ലാഹു തആല അവർക്കൊക്കെ ഹിദായത്തിന് പോകുന്നത് തിരിച്ചു കൊടുക്കട്ടെ. കാരണം ഈ സ്വഹാബിയായ ആളാണ്, അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ച ആളാണ്, ഈമാന്റെ കാവലിന് വേണ്ടി പുറം നാട്ടിക്ക് പോയ ആളാണ്. അവിടെ പോയപ്പോ കള്ളിന്റെ പാത്രം കണ്ടു, അപ്പൊ ഇയാളെ കല്ല് പഠിച്ചു. അപ്പൊ ഭാര്യ ഇയാളും മാത്രമേ ഉള്ളൂ. ഭാര്യ ഗർഭിണിയാണ്, നിങ്ങൾ ചിന്തിക്കണം. 4 മാസം ഗർഭിണിയായ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല പ്രിയപ്പെട്ട ഭാര്യ, ചിന്തിക്കണം. അവർ ഇസ്ലാമിൽ നിന്ന് ജീവിതത്തിൽ പരീക്ഷണം താങ്ങാൻ കഴിയാതെ പോയതാണ്. സുബ്ഹാനല്ലാഹ്. അവിടെ എത്തിയപ്പോ കള്ളിന്റെ കുപ്പിയപ്പോ ഇയാളെ ന്യായം മാറ്റി. ഇയാൾ പറഞ്ഞു, എനിക്കിതിൽ നിൽക്കാൻ പറ്റൂല, ഇതൊന്നും കുടിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ മതം എന്ത് മതം, അതിനേക്കാളും നല്ല ക്രിസ്തു മതാന്ന് പറഞ്ഞിട്ട് അയാൾ മുർത്തദായി. ഈ സഹോദരിയെ പിന്നീട് നിക്കാഹ് ചെയ്തു മുഹമ്മദ് മുസ്തഫ. അപ്പൊ ചില തീരുമാനങ്ങൾ അള്ളാന്റെ തീരുമാനം എന്താണെങ്കിലും എന്നോടൊരാൾ പറഞ്ഞിട്ടുണ്ട്, ഈ മുടി കറുപ്പിക്കാൻ പറ്റൂല എന്നുള്ളത് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, കറുപ്പിക്കാക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞല്ല, റസൂൽ പറഞ്ഞ റസൂലല്ല, ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ആ സ്പോട്ടിൽ ഇസ്ലാമിന് ഓർത്തു. അപ്പയാൾ ഇസ്ലാമിന് ഓർത്തു. ആള് മരിച്ചിട്ട് മയ്യിത്ത് സ്മരിക്കാൻ പോയിട്ട് എന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്റെ ഓർമ്മയിൽ ആൾ ഇസ്ലാമിന് ഓർത്തു വെച്ചിട്ടുണ്ട്. ചില വാക്കുകൾ അങ്ങനെയാണ്, ചില വാക്കുകൾ അങ്ങനെയാണ്. നമ്മളിപ്പോ എന്താ, നമുക്ക് സൗകര്യമുള്ളത് മാത്രം ഇസ്ലാമിൽ നിന്ന് അതിന്റെ ബാക്കിൽ എങ്ങനെ പോവാം. പെണ്ണും ആണും കൂടി കലരാൻ പറ്റൂല, പെണ്ണുങ്ങളെ ക്യാമറ പിടിക്കാൻ പറ്റൂല, അന്യ ആണുങ്ങൾ മുമ്പിൽ ഇട്ട് കൊടുക്കാൻ പറ്റൂല. എന്തെല്ലാം ഇപ്പൊ നടക്കുന്നത്. മലപ്പുറം ജില്ല അറിയപ്പെട്ട ക്യാമറക്കാരൻ ഉസ്മാൻ എന്ന അദ്ദേഹത്തിന്റെ പേര് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ പ്രസംഗത്തിൽ പറഞ്ഞത് വളരെ ശരിയാണ്, ഇനി ഞാൻ ക്യാമറ കൊടുക്കും പോകില്ല. എന്തേന്ന് വെച്ചു. അപ്പൊ പറഞ്ഞ എന്താ അറിയോ, അയാളെ
അറിയപ്പെട്ട ഒരു മുതലാളിന്റെ വീട്ടിൽ ഈ കല്യാണത്തിന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അമ്മിക്കുട്ടിയെ ക്ഷണിച്ചു, നിർത്തിട്ട് ഇങ്ങനെ വാട്ടി പിടിക്കാൻ വേണ്ടി ക്ഷണിച്ചു. അപ്പൊ ഇയാള് പോയി. തലേന്നാണ്, പിറ്റേന്ന് കല്യാണം, മൈലാഞ്ചി കല്യാണത്തിന്. അപ്പൊ ഇവളെ 2 ആങ്ങളാര് ഗൾഫിലാണ്. ഓൾക്ക് കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റില്ല. അതല്ല ഇപ്പൊ എല്ലാരും വിഷയം. അതുകൊണ്ട് ഇവിടെ എല്ലാ ചലനങ്ങളും എല്ലാ ഡ്രസ്സിങ്ങും അവർക്ക് അറിയുമാണ്. അപ്പൊ തലേന്ന് തന്നെ അവരെ വിളിച്ചിട്ട് രസം എന്താ അറിയോ, ഇവനെ വിളിച്ചിട്ട് ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥ നോക്കി. ഇയാള് ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് സർവത്തൊക്കെ കൊടുത്തിട്ട് ഒരു 5-8 സാരി, 8-9 ചൂടിദാർ ഇതൊക്കെ കൊണ്ടുപോയിട്ട് മോളിൽ കൊണ്ടുവച്ചു, മോളെയും കൊണ്ടുപോയി. എന്നിട്ട് ഇവനോട് കയറാൻ വേണ്ടി പറഞ്ഞു. ഇവന് റൂമിൽ കയറി, അയാളും വന്നു, AC ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇവന്റെ കയ്യിൽ ചാവി എടുത്തിട്ട് പറഞ്ഞു, ഒക്കെ പൊടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അറിയിച്ചാൽ മതി, നിങ്ങൾ രണ്ടാളും നാളെ ഈ പെണ്ണിനെ കെട്ടിക്കാൻ. അതിൽ ഈ ഉസ്മാന് ഇവൻ നേരെ എന്നോട് പറഞ്ഞതാണ്. ഇവൻ മലപ്പുറം പൂക്കോട്ടുകാരനാ, ചിലപ്പോ ഈ പ്രസംഗം കേൾക്കുന്നുണ്ടാവും. എന്നോട് നേരെ പറഞ്ഞതാ. ഇവൻ പറയാ, ആ ചാവി കൈ പിടിച്ചപ്പോ കൈ വറച്ചു. കാരണം നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലേ, നിങ്ങൾക്കൊക്കെ കുറച്ച് പ്രായമായിക്കണം, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷെ എനിക്കും പൈസക്കൊക്കെ മനസ്സിലാവും. ഈ ചാവി പിടിച്ചിട്ട് കൈ വറക്കാൻ കാരണം എന്താണ്? നാളെ പുതിയ ഇറങ്ങുന്ന സുന്ദരി പെണ്ണ് ഓളി ഇവനും കൂടി റൂമിലാക്കിയിട്ട് ചാവി ഇവന്റെ കൈ കൊടുക്കണിഞ്ഞ് ഉള്ളുന്ന് കൂട്ടി ആർക്കങ്ങോട്ട് കയറാൻ പറ്റിയ മൽക്കൾക്കല്ലാതെ അതിലിവന്റെ കൈ വറച്ചു. അതിലിവൻ ചോദിച്ചാലോ, 2-3 കുട്ടികളെയും കൂടി കൂടുന്ന ഇരുത്തണ്ടേന്ന് ഇയാളോട് അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. ഇവന് ഒരു ഈമാനോണ്ട് ചോദിച്ചതാണ്. ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ ഈമാൻ ഉണ്ടാവുമല്ലോ. ചോദിച്ച് 2-3 ആളെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓൾക്ക് ഭയങ്കര കുറവായിരിക്കും. നിങ്ങൾ 2 ആൾ മാത്രമാണെങ്കിൽ എന്തോ ആവാലോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മോശപ്പെട്ടല്ല, ഡ്രസ്സിങ്ങിന്റെ കാര്യമാണ്. എന്നാൽ അയാളൊക്കെ ഒരു ചിന്തകൾ നോക്കൂ. അയാളൊക്കെ ജീവിതത്തിൽ ഈമാനിന്റെ ഒരു മണുണ്ടോ, ഒരു പശ, ഒരു ചൊയ. അയാൾക്ക് നിസ്കാരമുണ്ട്. അവിടെയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം. നിങ്ങൾ ഇബ്രാഹിം നബി വരില്ല നിൽക്കാറ്. നിങ്ങൾക്കിപ്പോ ചിന്ത പിന്നെ എന്താ സംഭവിച്ചെന്നാണ്. ഞാൻ ഇബ്രാഹിം നബിനൊന്ന് നീട്ടി വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാരും മനസ്സിൽ ഇപ്പോൾ ഇബ്രാഹിം നബിയൊക്കെ പോയിട്ടുണ്ടാവും. ഉസ്മാൻ അങ്ങോട്ട് നടന്നിട്ടുണ്ടാവും. ആ ചാവി ഓനും പെണ്ണും പിന്നെന്താ നിങ്ങൾ പറയാത്തത്? പിന്നൊന്നും നടന്നിട്ടില്ല. നിങ്ങളെ ഈ ചിന്ത എനിക്കുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഉസ്മാനെ വലിച്ചോ നടന്നോന്ന് ചോദിച്ചു. അല്ല അപ്പോവും പറഞ്ഞു, അതിനെ ഞാൻ കുറച്ചു കാലങ്ങളൊക്കെ ഇപ്പൊ നടന്നിട്ടുണ്ട്. ആ ഒരു ഈമാൻ അത് എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇയാളാണ്ട് ഇറങ്ങിപ്പോയപ്പോ എന്റെ മുഖമൊക്കെ ഇങ്ങനെ ബർക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇവളെന്നെ ചോദിച്ചാലോ, എന്താ നിങ്ങൾക്ക് ഇത്ര പേടി, എന്താ ഇങ്ങനെ ഫോട്ടോ എടുത്തോളി? അപ്പൊ ഇയാള് പറഞ്ഞു, എനിക്ക് പറ്റൂലാറിട്ട് ചാവി അങ്ങോട്ട് ഏൽപ്പിച്ചത് ആ പൊരയെന്ന് ഇറങ്ങിപ്പോന്നു. പിന്നെ ആ സുഹൃത്ത് ആ ജോലി അങ്ങോട്ട് ഒഴിവാക്കി അള്ളാഹുവിൽ ബർക്കത്ത് ചെയ്യട്ടെ. അതാണ് ഈമാൻ. വീണ സാഹചര്യത്തിൽ വീണ പോലെയല്ല, അള്ളാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ ചിന്തിക്കണം, ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണെന്നറിഞ്ഞപ്പോൾ തന്റെ മകനായ 90 പ്രായത്തിന് ശേഷം പ്രാർത്ഥിച്ച് ആശിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദുആ ചെയ്ത് തകർന്ന ഖൽബിലേക്ക് സന്തോഷത്തിന്റെ വർത്തമാനവുമായി അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് നൂറിനോട് ചാരിനിക്കുന്ന പ്രായത്തിൽ കിട്ടിയ കുഞ്ഞാണ്. പക്ഷേ ദുൽഹിജ്ജ് 6-നതാ സ്വപ്നം കാണുകയാണ്, ഇബ്രാഹിമേ എന്റെ മാർഗത്തിലായി നിങ്ങളുടെ മകനെ അറുക്കേണ്ടതാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉണർന്നോ? സ്വപ്നമാണ്, പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റൂല. ഏത് ആളാണെങ്കിലും ശൈത്താന് പഴപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന നിലയിൽ പിന്നെയും കിടന്നുറങ്ങി സ്വപ്നം ആവർത്തിക്കുകയാണ്. അങ്ങനെ ദുൽഹിജ്ജ് 9-ന് 8-നതാ സ്വപ്നം പിന്നെയും ആവർത്തിക്കുകയാണ്. അത് യൗമുൽ തർവിയയുടെ ദിവസമാണ്. 3 തവണ ആവർത്തിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് മനസ്സിലായി, ഇത് ശൈത്താനായ ലഈനിന്റെ ഭാഗത്ത് നിന്നുള്ളതല്ല, ഇനി മിനൽ ലഈനിൽ നിന്നുള്ളതല്ല, മിനർ റഹീം, ഇത് റഹീമിൽ നിന്നുള്ളതാണ്. അത് യൗമുൽ തർവിയയിൽ പിന്നെയും ആവർത്തിച്ചു. യൗമു അറഫയിൽ അത് കൃത്യമായി. അതുകൊണ്ട് 9-ന് യൗമു അറഫ എന്ന് പേരിട്ടു. അറഫ എന്ന് പറഞ്ഞാൽ കാര്യം മനസ്സിലായി എന്നാണ് അതിന്റെ അർത്ഥം. അതേ, ഇത് അല്ലാഹുവിങ്കൽ എന്നാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ആ ദിവസത്തിന് യൗമു അറഫ എന്ന് പേരിട്ടു. ഒരു 10-15 കാരണങ്ങൾ വേറെയുമുണ്ട്, നമുക്ക് നാളെ പറയാം. ഞാൻ ഇന്ന് ഖുത്ബയിൽ ചർച്ച ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട യൗമു അറഫ എന്ന പേരിനുള്ള കാരണം മാത്രമാണ് പറഞ്ഞത്. ഈ കാരണം മാത്രമല്ല, ഒരുപാട് കാരണങ്ങൾ ആദം അലൈഹിസ്സലാം മുതൽ തുടങ്ങിയ കാരണങ്ങൾ ഇമാമിങ്ങൾ അതിന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വിശദീകരിച്ച് നാളെ പറയാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് അല്ലാഹുവിന്റെ ഭാഗത്ത്
ഭാഗത്തിനാണെന്ന് മനസ്സിലായപ്പോ അള്ളാന്റെ ഖലീലായ ഇബ്രാഹിം പ്രിയപ്പെട്ട മകനോട് പറയുന്നു, മോനെ, നമുക്കൊരു പ്രത്യേകമായ കർമ്മത്തിന് വേണ്ടി പോകേണ്ടതുണ്ട്, അള്ളാഹുവിന്റെ മുമ്പിൽ ഖുർബാൻ സമർപ്പിക്കാൻ വേണ്ടി പോകേണ്ടതുണ്ട് മോനെ. എന്താണ് ആ സംഗതി എന്നറിയില്ല. വാപ്പ ക്ഷണിച്ചപ്പോൾ മകനതാ പുത്തനടയാളകൾ അണിഞ്ഞുകൊണ്ട് ഉമ്മയോട് സലാം പറഞ്ഞുകൊണ്ട് പുറപ്പെടുകയാ. പറഞ്ഞ അറക്കാനെന്നല്ല, ഭാര്യന്റെ കുട്ടിനെ അറക്കാൻ കൊണ്ടുവരുന്ന തന്നെ ഭാര്യ സമ്മതിക്കോ? മോനെ വരുമായിരിക്കും. ആ പാരമ്പര്യം എങ്ങനെയാണ്, എന്നാലും പറഞ്ഞ അങ്ങനെ നമുക്ക് അള്ളാന്റെ മുമ്പിൽ നല്ലൊരു അമല് ചെയ്യാണ്ട് മോൻ വരുന്ന പുതിയ തുണികുപ്പാക്കിട്ട് പുറപ്പെടുകയാണ്. അപ്പൊ ഈ കുട്ടി ഇടക്കിടക്ക് ചോദിക്കുന്നതാണ്, അപ്പാ എന്താ നിങ്ങൾ അമല ചെയ്യാത്ത, എന്താ പണി നടത്താത്ത, സ്ഥലം എത്തിയില്ല മീനെ വരെ കൊണ്ട് എവിടെ ഒഴിഞ്ഞ സ്ഥലം. വാപ്പി മോനും നിങ്ങൾ ബന്ധം ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എത്രയായിരിക്കും ബന്ധം, എത്ര ആഴത്തിലുള്ള സ്നേഹമായിരിക്കും. ആ സമയത്താണ് വാപ്പ മോനോട് പറഞ്ഞത്, മോനെ എന്താണ് കർമ്മെന്ന് കുട്ടിക്കാരോ? ഇല്ലപ്പാ. അതെ, ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക, ഞാൻ കിടന്നുറങ്ങുമ്പോ സ്വപ്നത്തിലടാ നിന്നെ അറുക്കണമെന്ന് അള്ളാഹു എന്നോട് ഇങ്ങനെ പറയാണ് എന്ന് പറഞ്ഞു. എന്തായിരിക്കും നമ്മളെ വാപ്പാരെ നമ്മളെ മക്കളെ ഓട്ടോറിക്ഷയിൽ ഇട്ടിട്ട് കൊണ്ടുപോവാ. എന്നിട്ട് അങ്ങാടിന്റെ ബാക്കിൽ ഒരു പാടത്ത് കൊണ്ടുപോയിട്ട് പറയാം, മോനെ വരുമ്പത്തിരിക്കടാ കടലെങ്ങനെ തിന്നാ. എന്നിട്ട് പറയാ, കത്തിയെടുത്തിട്ട് എന്തിനാ കൊടുന്നതെന്ന് എനിക്കറിയാം. ഇല്ല, കടലെ തരുന്നോട് ഇനി കോയിനറക്കണ്ടാണ്. അല്ല, കോയിനറക്കാനല്ല, ഇത് അന്നറക്കാനാണ്. അറവ് അവിടെ ഉറപ്പാണ്, അറവ് നടക്കും. പക്ഷെ എന്താ സംഭവിക്കാൻ നിങ്ങൾക്കറിയോ? പരിശോധിക്കണേ ഒന്ന് കൊണ്ടുപോയി ആ ചെറുതിനെ പിടിച്ചാൽ മതി. അല്ല, ആ ചീനോളത്തിനൊന്ന് കൊണ്ടുപോയാൽ മതി. അറവ് നടക്കുന്ന ഉറപ്പാണ്, അറവ് നടക്കും. പക്ഷേ തിരിച്ചായിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കൂ, വാപ്പ മോനോട് പറയാം, മോനെ കൊടുന്നത് അറക്കാനാണ്. അതിൽ മോൻ പറഞ്ഞ മറുപടിയാണ് എന്റെ ഉറക്കം കെടുത്തിയത്. എന്താ അറിയോ? അറക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോ ഈ മോൻ പറയാണ്, എന്റെ വാപ്പാന്നല്ല, എന്റെ പൊന്നു വാപ്പ. നമുക്കൊന്നും സുഖമില്ല തോന്നി. ഞാൻ ഇന്ന അറക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോ വാപ്പാന്നല്ല, പൊന്നു വാപ്പ. യാപത്തി എന്നുള്ളതിന് മാരെങ്ങനെയാണ്? എന്റെ പൊന്നു വാപ്പ. അള്ളാഹു നിങ്ങളോട് എന്താ കൽപ്പിച്ച് അങ്ങനെ ചെയ്തോളി. എന്നിട്ട് പിന്നെ ഞാൻ ക്ഷമിക്കുന്ന ഒരുപാട് ആൾക്കാർ ലോകത്തുണ്ട്, ഞാൻ മാത്രമൊന്നുമല്ല. അതൊക്കെ എന്താ ബഹുമാനം, വിശദീകരിക്കുന്ന സമയമില്ല. സത്യജിനു ഇൻഷാ അല്ലാഹു സ്വാബിർ എന്ന് പറഞ്ഞാൽ അർത്ഥം കിട്ടും, ഞാൻ ക്ഷമിച്ചോളാന്ന് അതിന് അർത്ഥം വരും. മിന സ്വാബിരി എന്ന് പറഞ്ഞു. അതാണ് മൂസാ നബിയും മഹാനായ ഇസ്മായിൽ നബിയുടെ വ്യത്യാസം. മൂസാ നബി അലൈഹി സ്വലാം ഖദർ നബിയോട് പറഞ്ഞു, ഇന്ദിരാജിന്റെ ബാക്കിൽ കൂടെ വലിയ പ്രശ്നമാണ്, നമ്മൾ തമ്മിൽ ഒത്തുപോലാന്ന് പറഞ്ഞു. അപ്പൊ മൂസാ നബി പറഞ്ഞു, സത്യജിനു ഇൻഷാ അല്ലാഹു സ്വാബിർ, ഞാൻ ക്ഷമിച്ചോളാം, നിങ്ങൾ പ്രശ്നമാക്കണ്ടാണ്. പക്ഷെ ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അവിടെ സ്വാബിറെന്നാ പറഞ്ഞു. അതേ വാക്ക് തന്റെ വാപ്പയാകുന്ന ഇബ്രാഹിം നബിയോട് ഇസ്മായിൽ നബി പറഞ്ഞപ്പോ ഇൻഷാ അല്ലാഹ് മിനസ് സാബിരീൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അതാണ് വിജയിച്ചത്. ആ വാക്കിന്റെ കടുപ്പം അതിന്റെ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. സമയമായി, ഞാൻ ദൃഢനെ കിടത്തുകയാണ്. രണ്ടുപേരും പൊട്ടിക്കരയുകയാണ്. ഇസ്മായിൽ വാപ്പയോട് പറയുന്നു, വാപ്പാ എന്നെ കമഴ്ത്തി കിടത്തിക്കോ വാപ്പ, ഞാൻ നിങ്ങളുടെ പ്രിയപുത്രനാണ്, നമ്മൾ വേർപിരിയാൻ കഴിയാത്ത ബന്ധത്തിലാണ്. അറക്കുന്ന സമയത്ത് എന്റെ മുഖം മാറി മാറി കാണുന്നത് റബ്ബിന്റെ തീരുമാനം ധൈര്യത്തോടെ നിർവഹിക്കുന്നതിന് നിങ്ങളെ തടസ്സം ചെയ്യും വാപ്പ. അതുകൊണ്ട് എന്റെ മുഖമൊന്ന് കമഴ്ത്തി എന്റെ പെരടിയിൽ കത്തിവെക്കണേ വാപ്പ എന്ന് പറഞ്ഞിട്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറയുകയാണ്, വാപ്പാ നിങ്ങൾ കത്തിവെക്കുന്ന സ്ഥലത്ത് നിന്ന് എന്റെ വസ്ത്രം മാറ്റണേ വാപ്പാ. കാരണം ബ്ലഡങ്ങ് പുറത്തേക്ക് പ്രവഹിച്ചുകൊണ്ട് എന്റെ വസ്ത്രത്തിലങ്ങ് പുരട്ടാ, അത് നിങ്ങൾക്ക് ടെൻഷനാകും വാപ്പാ. വാപ്പാ
നിങ്ങൾ കത്തിവെച്ചാൽ പിന്നെ ടെൻഷനായി ചിന്തിച്ചു നിൽക്കരുത്, പെട്ടെന്ന് കത്തി കൊണ്ടെന്നെ അറുക്കണേ. കാരണം മരണത്തിന്റെ വേദന കഠിനമാണ്. എന്റെ പൊന്നുമ്മയാകുന്ന ഹാജറിന്റെ അരികിലേക്ക് നിങ്ങൾ തിരിച്ചെത്തിയാൽ ഞാനാകുന്ന മകന്റെ ഒരു സലാം ഉമ്മയ്ക്ക് പറയണേ. ഞാനിപ്പോൾ ധരിച്ചിരിക്കുന്ന കുപ്പായം ഉമ്മാക്ക് സമ്മാനിക്കണേ. അത് മണത്തിട്ട് എന്നെ കാണാനുള്ള ആഗ്രഹം ഒരുപക്ഷെ ഉമ്മാക്കൊരൽപ്പം ആശ്വാസമായേക്കാം. എന്റെ ഒരു സലാം പറയണേ. ആ സമയത്ത് മകന്റെ ധൈര്യത്തോടെ പടച്ചവന്റെ തീരുമാനത്തെ പുമാല പോലെ സ്വീകരിച്ചുകൊണ്ട് വാപ്പയുടെ കാഠിന്യം നിറഞ്ഞ പ്രത്യക്ഷമായ കർമ്മത്തിന് തന്റെ കഴുത്ത് ആ മൂർച്ചയേറിയ വാളിന്റെ താഴെ നിവർത്തിക്കൊടുത്തുകൊണ്ടുള്ള മകന്റെ ഒന്നൊന്നായ വസീയത്ത് വിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ ഖലീലിന്റെ കവൾത്തടങ്ങളിലൂടെ അതാ ബാഷ്പം നിറഞ്ഞൊഴുകുകയാണ്. ഇബ്രാഹിം കണ്ണിലുള്ള വെള്ളമതാ കവൾത്തടങ്ങളിൽ നിന്ന് വിരൽ കൊടികളെ കൊണ്ട് തുടച്ചു മാറ്റി ഏങ്ങലടിച്ച് കരയുമ്പോ മകൻ പറയുന്നു, കരഞ്ഞ് സമയം കളയണ്ട വാപ്പാ. എല്ലാ ധൈര്യവും സംഭരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഖലീൽ പ്രിയപ്പെട്ട പ്രിയങ്കരനായ കണ്ണിലുണ്ണിയായ പ്രിയപ്പെട്ട മകന്റെ ശറഫാക്കപ്പെട്ട കഴുത്തിൽ കൂർത്ത മൂർച്ചയേറിയ കത്തിയങ്ങ് വെക്കുകയാ. അപ്പോൾ വിളിയാളം വരുന്നു, അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുഅ്യാ. സ്വപ്നം പൂവണിഞ്ഞിരിക്കുന്നു, സാക്ഷാത്കരിച്ചിരിക്കുന്നു. കത്തി പിൻവലിക്കണം. അള്ളാഹു ഒരു മനോഹരമായ ആടിനെ ഇറക്കി കൊടുത്തു. അതാണല്ലോ ഉദഹിയത്ത് കർമ്മം. അതുകൊണ്ട് ഈ കർമ്മത്തിന്റെ ഉള്ളിൽ വലിയൊരു സംഭവമാണ്. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം അതിലൊക്കെ പങ്കെടുക്കാൻ. അള്ളാഹു അവരുടെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. അവരുടെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. ആ മകൻ, ആ പ്രിയപ്പെട്ട മോൻ, ആ ബഹുമാന്യനായ വാപ്പ, ആ പെണ്ണൊരുത്തി ഹാജർ ബീവി, അവരുടെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ ഉപദേശങ്ങൾ പൂർത്തിയാക്കി തരും. ഇവിടെ നൽകിയ സദഖകളൊക്കെ അള്ളാഹു കബൂലാക്കട്ടെ. വല്ലാത്ത സൽക്കാരപ്രിയനായിരുന്നു. ജനങ്ങളെ സേവിക്കുക, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക, ജനങ്ങൾക്ക് ധർമ്മം ചെയ്യുക. തന്റെ സമ്പത്ത് മുഴുവനും പാവങ്ങൾ കൊടുത്തു, ശരീരം തീന് കൊടുത്തു. ചെറുപ്പത്തിൽ തന്നെ രക്ഷപ്പെട്ടു. മോനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അർക്കാൻ തീരുമാനിച്ചു. ഇതിനേക്കാളും വലുതെന്താ? പണം മൊത്തം ഫുഖറാക്കൾ കൊടുത്തു. സ്വന്തം ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കൂല. ഭക്ഷണത്തിന് ഒരാളെ കിട്ടാൻ വേണ്ടി മൈൽസുകൾ നടക്കും. എന്നിട്ട് ഒരാളുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ സ്വഭാവം നമ്മളിലൂടെ ഇബ്രാഹിം നബിയെ ജനങ്ങൾ പഠിക്കണം. നമ്മളിലൂടെ മുഹമ്മദ് നബിയെ ജനങ്ങൾ പഠിക്കണം. നമ്മളിലൂടെ ഇസ്മായിൽ നബിയെ ജനങ്ങൾ പഠിക്കണം. നമ്മുടെ ഭാര്യമാരിലൂടെ, ഉമ്മമാരിലൂടെ ഹാജർ ബീവി ഇന്നും ജീവിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഇവിടെ പ്രിയങ്കരനായ ഒരു പണ്ഡിതൻ മുസ്തഫ എന്റെ നാട് വാണിനൂരിലൊക്കെ ആദ്യത്തെ കാലത്തൊക്കെ ഒരുപാട് കാലം ഓതിയെന്ന്. സത്യത്തില് കഴിഞ്ഞ വെള്ളിയാഴ്ച പണ്ഡിത മുസ്തഫയെ കുറിച്ച് ഒരു സൂഫിയായ മനുഷ്യനാണ്. അദ്ദേഹം എനിക്കെന്തെങ്കിലും തരണമെന്ന് വിചാരിച്ച് വന്നതല്ല. അദ്ദേഹം തറട്ടിട്ട് കൊല്ലങ്ങളായി. അതിമേലെ ഒരു ബിൽഡിംഗ് കയറ്റാൻ പറ്റിയിട്ടില്ല. കൊച്ചു കൂരയിൽ വാടക കൊടുത്തിട്ടാണ് അദ്ദേഹം ഒരു ഭാര്യയും ഒന്നിനും കഴിയാത്ത, ശാരീരികമായിട്ടും സ്വസ്ഥ ഒരു ബലഹീനനാണ്. ഭാര്യ 2 പെൺകുട്ടികളും കഴിയുന്നത്. ഒരു തറട്ടിട്ട് അതിമേലെ ഒരു ബിൽഡിംഗ് കയറ്റാൻ കഴിയാതെ ആൾ ഇങ്ങനെ നോക്കിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സംസ്കാരം ഉൾക്കൊണ്ട നമ്മൾ വെറുതെ നിൽക്കാൻ പറ്റുമോ? അള്ളാഹു തന്ന പൈസ ഇതിനൊക്കെ അല്ലെങ്കിൽ പിന്നെ എന്തിനാ നിൽക്കുന്നത്? അതുകൊണ്ട് ദുൽഹജ്ജ് മാസത്തിൽ നല്ല രൂപത്തിൽ ആ പ്രിയപ്പെട്ട പണ്ഡിതൻ, നേരത്തെ എനിക്ക് പരിചയമുള്ള ആൾ, എന്റെ വാണിനൊരു കോതി ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നാട്ടിലാണ് ജാബിർ വാഫി ജോലി ചെയ്യുന്നത്. ഞാൻ ക്ഷണിച്ചു പരിചയതുമല്ല, അദ്ദേഹത്തിന്റെ ഒരാളല്ല, എന്തെങ്കിലും തരുന്ന പറഞ്ഞ് നടക്കുന്ന ആളല്ല. ജാബിർ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് റഹ്മാനിസ്ഥാന്റെ പള്ളിയിലൊക്കെ ഒന്ന് പോയാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തരും എന്ന് പറഞ്ഞപ്പോ ആ പ്രതീക്ഷയിൽ വന്നാണ്. നിങ്ങൾ ആരും തന്നിട്ടില്ലെങ്കിൽ അള്ളാനെ തോന്നാനെ ഞാൻ കൊടുക്കും, എനിക്ക് വിഷയമൊന്നുമില്ല, അള്ളാഹു തആല ഹലാലായ പൈസ നമുക്കൊക്കെ തരട്ടെ. അതൊക്കെ കൂലിയിട്ടണല്ലോ, അതിന് അവസരം ഞാൻ തരണല്ലോ. നിങ്ങൾ നാളെ മത്സരയിൽ പറയില്ല, നിങ്ങളെടുത്ത് വരുന്ന ആൾക്കാർക്കൊക്കെ നിങ്ങൾ സ്വകാര്യം ഇങ്ങനെ കൊടുത്തിട്ട് ഞങ്ങൾക്ക് തവാബ് വാങ്ങുന്ന അവസരം എന്തിനാണ് ഞാനും പെടൂലേ? അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിൽ പങ്കെടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൂടിയിട്ടു. എനിക്ക് വേണ്ടിയിട്ട് ആരും തന്നെ, നിങ്ങൾക്ക് വേണ്ടി തന്നാൽ മതി. ആരും തന്നിട്ടില്ലെങ്കിലും ഒരു വിരോധമില്ല, സ്നേഹത്തിനൊരു കുറവില്ല. പോവാൻ എല്ലാ വാതിലും തുറന്നിട്ടും ചെയ്തിരിക്കുന്നത്. അത് നാളെ എനിക്ക് രക്ഷപ്പെടണം. പാവങ്ങളെ സഹായിക്കുന്ന ഇബ്രാഹിം നബിന്റെ കഥയാണ് ഞാൻ കേട്ടത് എന്ന നിലയിൽ ആ പണ്ഡിതനെ സഹായിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിനൊക്കെ ഒരു ഭദ്രത ഉണ്ടാവാനും അപകടം രക്ഷപ്പെടാനും ആഗ്രഹിച്ചിട്ട് എല്ലാവരും പറ്റുന്ന സംഭാവനകളൊക്കെ നിങ്ങൾക്ക് നീക്കണോണ്ട് ഒരു ബുദ്ധിമുട്ട്